എല്ലാവർക്കും യേശുവിൻ നാമത്തിലുള്ള സ്നേഹവന്ദനം. ഈ ആഴ്ചയുടെ ഏറ്റവും ഒടുവിലത്തെ സമയങ്ങളിലേക്കും ദൈവം നമ്മെ കൊണ്ടുവന്നു. മാർച്ച് മാസം ആരംഭിച്ചു. കുട്ടികളുടെ പരീക്ഷകൾ പലതും ബോർഡ് എക്സാമുകൾ ആരംഭിച്ചു. എല്ലാ നിലയിലും കർത്താവിൻ്റെ ചലനങ്ങൾ നമുക്ക് കാണാൻ സമയമായി. കർത്താവ് വലിയവൻ, വിശ്വസ്തൻ, വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഓരോ ദിവസവും കർത്താവ് നമ്മെ വഴി നടത്തുന്നല്ലോ. റോമാലേഖനം നമ്മൾ 1-ാം അധ്യായത്തിലൂടെ യാത്ര ചെയ്യുന്ന ഈ സമയത്ത് ഓരോ വാക്യങ്ങളിലും ദൈവാത്മാവ് നമുക്ക് തരുന്ന ഓരോ ദൂതുകളെയും നമുക്ക് വിശ്വാസത്തോടെ പ്രാപിക്കുവാൻ യേശു കർത്താവ് നമുക്ക് ശക്തി തരട്ടെ. നമ്മൾ റോമാലേഖനം 1-ന്റെ 4-ാം വാക്യത്തിലേക്ക് വരികയാണ്. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. വിശുദ്ധ രേഖകളിൽ എഴുതപ്പെട്ട ക്രിസ്തു എന്ന സുവിശേഷത്തിനായിട്ട് വിളിച്ചു വേർതിരിച്ച അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയ്ക്ക് എഴുതുന്ന ലേഖനത്തിൽ ആദ്യമേ പറയുന്ന കാര്യം, എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചതാണ്. ഇത് പറഞ്ഞ് ഒരു മുഖവര കഴിഞ്ഞിട്ട് പറയണം, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ഒരു അപ്പോസ്തലൻ, ലോകചരിത്രത്തിൽ ഏറ്റവും വലിയൊരു അപ്പോസ്തലൻ, അദ്ദേഹം റോമാ സഭയോട് പറയുന്ന ഒരു വാക്ക്, നിങ്ങൾക്ക് കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. ബൈബിൾ തുടങ്ങുന്നത് ഇങ്ങനെയുള്ള വാക്കുകളിലൂടെയാണ്. വെളിച്ചം ഉണ്ടാകട്ടെ, ഓരോന്ന് ഉണ്ടായി വരട്ടെ. അതേ ശബ്ദമാണ് പൗലോസിൻ്റെ, അപ്പോസ്തലനായ പൗലോസിൻ്റെ വായിലൂടെയും വരുന്നത്, ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ നമുക്കുണ്ടാക്കാൻ കഴിയുന്ന പല കാര്യങ്ങളുമുണ്ട്. അതുണ്ടാകും എന്ന് പ്രഖ്യാപിക്കാനുള്ള അഭിഷേകവും നമുക്കുണ്ട്. ഉണ്ടാകട്ടെ. കർത്താവ് തന്നെ പറഞ്ഞു, സമാധാനം ഉണ്ടാക്കുന്നവർ അനുഗ്രഹീതർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. ഒരു ദൈവ പൈതൽ എന്ന നിലയിൽ, ദൈവത്തിൻ്റെ പുത്രി പുത്രൻ എന്ന നിലയിൽ നമ്മൾ ഉണ്ടാക്കേണ്ട കാര്യങ്ങളാണിത്. ഒന്ന് സമാധാനം, അടുത്തത് ദൈവകൃപ, കൃപയും സമാധാനവും. അതാണ് നമ്മളവിടെ വായിച്ചത്. നിങ്ങളുടെ വാക്കുകൾ എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം എന്ന് പൗലോസ് മറ്റൊരു ഭാഗത്ത് പറയുന്നുണ്ട്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് കൃപയുടെ വാക്കുകൾ പറയണമെന്ന്. അപ്പോൾ കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കണം, കേൾക്കുന്നവർക്ക് സമാധാനം ലഭിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മളുമായിട്ട് ബന്ധപ്പെടുന്നവർക്കുണ്ടാകുന്നുണ്ടോ എങ്കിൽ നമ്മൾ ദൈവമക്കളാണ്. എങ്കിൽ നമ്മൾക്ക് ഒരു അപ്പോസ്തോലികമായ ദൈവ സാന്നിധ്യം വഹിക്കുന്നവരാണ്. ഒരു അപ്പോസ്തോലികമായ ചലനം ജീവിതത്തിലുള്ളവരാണ്. കേൾക്കുന്നവർക്ക് ഭയങ്കര കൃപയുണ്ടാകുന്നു, കേൾക്കുന്നവരുടെ പ്രാർത്ഥനാ ജീവിതം വർദ്ധിക്കുന്നു, കേൾക്കുന്നവരുടെ ഭയം വിട്ടുമാറുന്നു, കേൾക്കുന്നവർക്ക് വിശ്വാസം ഉണ്ടാകുന്നു, കേൾക്കുന്നവർക്ക് പുതിയ അഭിഷേകം ഉണ്ടാകുന്നു, കേൾക്കുന്നവർക്ക് ഉള്ള കൃപകളിൽ വലിയ ജ്വലനം ഉണ്ടാകുന്നു, കേൾക്കുന്നവർ വളരെ സമാധാനമുള്ളവരായി മാറുന്നു. നമ്മളൊരു വീട്ടിൽ കയറി തിരിച്ചിറങ്ങുമ്പോൾ അവർ പറയണം, എന്തൊരു സമാധാനം, ഇപ്പോൾ വർഷങ്ങളായിട്ട് അനുഭവിക്കാത്ത സമാധാനം. ഇതുണ്ടാക്കാൻ കഴിവുള്ളവർ ഇതുണ്ടാക്കാത്തത് കൊണ്ടാണ് ദേശത്ത് കഠിനതകളുള്ളത്. ജനങ്ങളിലേക്ക് കൃപയും സമാധാനവും റിലീസ് ചെയ്യുവാൻ ശക്തിയുള്ളവരാണ് നാം. ഇത് ചെയ്യാത്തത് കൊണ്ട് ജനങ്ങൾ തകർച്ചകളിലിരിക്കുന്നു, ജനങ്ങൾ നിരാശകളിലാണ്, ജനം വേദനകളിലാണ്, ജനങ്ങൾക്ക് അസ്വസ്ഥതയാണ്.
ഇനിയുള്ള നാളുകളിൽ നമ്മിലൂടെ മറ്റുള്ളവർക്ക് കൃപയുണ്ടാകണം, നമ്മിലൂടെ മറ്റുള്ളവർക്ക് സമാധാനമുണ്ടാകണം. നിങ്ങൾ മുഖാന്തിരം അങ്ങനെ പല വീടുകളിൽ ഉണ്ടായെങ്കിൽ, നിങ്ങൾ മുഖാന്തിരം അത് ഉണ്ടാകുന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ അതുണ്ടെന്നുള്ളതിൻ്റെ തെളിവ് മറ്റുള്ളവർ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കും, മറ്റുള്ളവർ നിങ്ങളെ അടുക്കൽ വന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും, മറ്റുള്ളവർ നിങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാൻ ആഗ്രഹിക്കും, മറ്റുള്ളവർ നിങ്ങളെ തേടി മൈലുകൾ താണ്ടി കടന്നു വരും. മാത്രമല്ല, നിങ്ങളെ മറ്റുള്ള ആൾക്കാർ അവരുടെ ദേശത്തേക്ക് ക്ഷണിക്കും. കൃപയും സമാധാനവും ചുമക്കുവാൻ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. ഓ, എത്ര വലിയ പദവിയാണ്! പണത്തിന് ലഭിക്കാത്ത കൃപ, പണത്തിന് ലഭിക്കാത്ത സമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം. ഇവിടെ കൃപ എന്ന വാക്കിൻ്റെ ഗ്രീക്ക് വാക്ക് ചാരിസ് എന്നാണ്. കൃപ, അർഹതയില്ലാത്ത അനുഗ്രഹം. ഒരിക്കലും നമുക്ക് അർഹതയുള്ള അനുഗ്രഹമല്ല ഇത്. ഇത് ദൈവം തനിക്കിഷ്ടപ്പെട്ടവർക്ക് തരുന്ന ഒരനുഗ്രഹം. ഈ ഭൂമി കാണുന്ന വീടും കാറും ജീവിത ചുറ്റുപാടും ഭൗതിക ലോകത്തിലെ ഉയർച്ചകളും എല്ലാവർക്കും ഉള്ളതാണ്. അതിനകത്ത് പ്രത്യേകതകളൊന്നുമില്ല. അത് എങ്ങനെ ഈ ലോകത്തിൽ നമ്മളതിനു വേണ്ടി വില മുടക്കുന്നു, അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും. വിതച്ചാൽ കൊയ്യാം. എന്നാൽ ഇത് വിതച്ച് കൊയ്യാൻ കഴിയുന്ന ഒന്നല്ല. ഇത് പ്രാർത്ഥിച്ചാലും കിട്ടുന്നതല്ല. ഇത് ദൈവമായിട്ട്, ദൈവത്തിന് ഇഷ്ടം തോന്നിയിട്ട് ദൈവം തരുന്ന ഒന്നാണ്. അർഹതയില്ലാത്ത അനുഗ്രഹം. നമുക്കിതിന് യോഗ്യതയില്ല. ഈ അനുഗ്രഹം പ്രാപിക്കാൻ നമുക്ക് യാതൊരു അവകാശവുമില്ല. എന്നാൽ ഈ അനുഗ്രഹം നമ്മുടെ മേൽ വന്നു. അതാണ് എഫേസ്യ ലേഖനം 2:8 പറയുന്നു, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ നമ്മുടെ വിശ്വാസം പോലും കൃപയാലാണ് ഉണ്ടായത്. നമ്മൾ ഉണ്ടാക്കിയ കൃപയല്ല. ഇത് ലുദിയായോട്, ആ പുഴവക്കത്തുള്ളവരോടും പൗലോസ് സംസാരിക്കുമ്പോൾ ലുദിയായുടെ ഹൃദയത്തെ കർത്താവ് തുറന്നെന്ന്. കൃപ ലഭിക്കേണ്ടതിന് ഒരാളുടെ ഹൃദയത്തെ കർത്താവ് തുറന്നു. കർത്താവ് വിചാരിച്ചാൽ മാത്രം നടക്കുന്ന ഒരു കാര്യം. അവൾ കുടുംബമായിട്ട് സ്നാനപ്പെട്ടു. പിന്നീട് അവൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ കർത്താവിൽ വിശ്വസ്തയെന്ന് എണ്ണിയിരിക്കുന്നെങ്കിൽ നിങ്ങൾ വന്ന് ഞങ്ങളുടെ വീട്ടിൽ പാർപ്പിൻ. ഇതാ, ലുദിയയുടെ വീട് ഫിലിപ്പിയയിലെ സഭയുടെ ആരംഭ വീടായി. സഭാ വളർച്ച അവളുടെ വീട്ടിൽ നിന്ന് ആരംഭിക്കുന്നു. ആ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു സഭ, ഫിലിപ്പിയ സഭ ഉണ്ടായി വരാൻ കാരണം ഒരു സ്ത്രീയുടെ അകത്ത് കൃപ വന്നു കയറിയതാണ്. കർത്താവ് വിചാരിക്കാതെ ഇത് സംഭവിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം പറഞ്ഞാലും, എന്തെല്ലാം കൗൺസിലിംഗ് നടത്തിയാലും, കർത്താവ് ഹൃദയം തുറക്കാതെ അനേകർക്ക് മാറ്റങ്ങൾ ഉണ്ടാകത്തില്ല. കൗൺസിലിങ്ങിലൂടെ മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിൽ പിന്നെ സുവിശേഷത്തിൻ്റെ ആവശ്യമില്ലല്ലോ. വളരെയധികം കൗൺസിലിംഗ് പഠിച്ച വലിയ വലിയ മഹാന്മാരായ ആൾക്കാരുണ്ട്. അത് നല്ല അറിവുകൾ കൊടുക്കും, താൽക്കാലിക ശമനങ്ങൾ കൊടുക്കും. എന്നാൽ കർത്താവ് ഹൃദയം തുറക്കുമ്പോൾ അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല. അവരുടെ ഹൃദയത്തെ അടിമുടി മാറ്റിക്കളയും. കല്ലായിട്ടുള്ള ഹൃദയം മാറ്റി മാംസളമായൊരു ഹൃദയം അവിടെ ഉണ്ടായി വരികയാണ്. വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടല്ലോ, അതും കൃപയാലല്ലോ എന്ന് എഫേസ്യ ലേഖനത്തിൽ പറയുന്നു. അപ്പോൾ കൃപ ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അടിമുടി മാറും. ഒരാളെ മൊത്തം കർത്താവ് മാറ്റിക്കളയും. അതുപോലെ തന്നെ സമാധാനവും.
നിലനിൽക്കുന്ന സമാധാനം. പടകിൽ കയറി തിരമാലകൾ പടകിനെ മുക്കുവാൻ നോക്കുമ്പോൾ, ശിഷ്യന്മാർ വാവിട്ട് നിലവിളിക്കുമ്പോൾ, യേശു പടകിൽ അമരത്ത് തലയണ വെച്ച് ഉറങ്ങുന്നതാണ് നമ്മൾ മർക്കോസിന്റെ സുവിശേഷം 4 കാണുന്നത്. ഇത്രയും വലിയ തിരമാലകൾ ഉണ്ടായിട്ട്, ഇത്രയും വലിയ കൊടുങ്കാറ്റടിച്ചിട്ടും കർത്താവ് മുങ്ങി താഴുമെന്ന് പേടിച്ചെഴുന്നേറ്റ് ഭയപ്പെടുന്നില്ല. ശിഷ്യന്മാരുടെ നിലവിളി ആണ് കർത്താവ് കേട്ടത്. തിരമാലയോ കൊടുങ്കാറ്റോ അതിൻ്റെ ചലനമോ കർത്താവിനെ ചലിപ്പിച്ചില്ല. ശിഷ്യന്മാരുടെ സങ്കടവും നിലവിളിയും. കർത്താവ് എഴുന്നേറ്റ് കാറ്റേ അടങ്ങ്, കടലേ ശാന്തമാകുമെന്ന് പറഞ്ഞു. കർത്താവിനെ അറിയാം, ഇത്രയും വലിയ തിരമാലയ്ക്കോ ഇത്രയും വലിയ കൊടുങ്കാറ്റിനോ എന്നെ മുക്കി എൻ്റെ ദൗത്യത്തെ തീർക്കാൻ കഴിയില്ല. പീലാത്തോസിനോട് പോലും പറയുന്നുണ്ട്, ഞാൻ ഇന്നും നാളെയും ഭൂതങ്ങളെ പുറത്താക്കി 3-ാം നാളിൽ സമാപിക്കുമെന്ന് നിങ്ങൾ പോയി ആ കുറുക്കനോട് പറയുമെന്ന് പരീശന്മാരോട് പറയുന്നുണ്ട്. ക്ഷമിക്കണം, ഹേരോദ രാജാവിനോടാണ്, പീലാത്തോസിനോടല്ല. അപ്പോൾ ഭീഷണികളുടെ മുമ്പിലോ തിരമാലകളുടെ മുൻപിലോ കല്ലേറുകളുടെ മുൻപിലോ ഒന്നും യേശു പതറിയില്ല. അവിടെ എല്ലാം യേശുവിൽ നിറഞ്ഞു നിന്നിരുന്ന ഒന്നാണ് സമാധാനം. യോഹന്നാൻ 14:17 വായിക്കുമ്പോൾ, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ആ സമാധാനമാണ് നമുക്ക് ലഭിച്ചത്. ആ സമാധാനം ഉണ്ടെങ്കിൽ എവിടെയും കിടന്നാലും ഉറങ്ങാം. തലയണ വേണ്ട, പായ വേണ്ട, എവിടെ കിടന്നാലും ഉറങ്ങാൻ പറ്റും. എത്ര പ്രശ്നത്തിൻ്റെ നടുവിലും നിന്റെ ഉറക്കം പോകത്തില്ല. ഒരു കാര്യവും നിന്നെ ബാധിക്കില്ല. പകൽ സൂര്യനെങ്കിലോ രാത്രി ചന്ദ്രനെങ്കിലോ നിന്നെ ബാധിക്കില്ല. ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇതാണ് സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം. അതാണ് ഫിലിപ്പി ലേഖനം 4:6 പറയുന്നത്. സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം. അപ്പോൾ കൃപയും സമാധാനവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. പൗലോസിന്റെ വാക്കതാണ്. ഇത് കേൾക്കുന്ന ഓരോ വ്യക്തികൾക്കും കൃപയും സമാധാനവും ഉണ്ടാകട്ടെ. അതിനായി കർത്താവ് വിളിച്ചിരിക്കുന്നു. നമ്മൾ പോകുന്നിടത്തെല്ലാം ഈ 2 കാര്യങ്ങളെ റിലീസ് ചെയ്യുവാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മുടെ വിളി ഒരു അപ്പോസ്തോലിക വിളിയെന്ന് ഈ ദൈവവചന ധ്യാനത്തിലൂടെ മനസ്സിലാക്കാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാം. യേശുവേ, അങ്ങയുടെ മക്കൾക്ക് ഈ വചനം പ്രയോജനപ്പെട്ടല്ലോ. കേട്ടവർക്ക് ഇത് ഉപകാരമാകട്ടെ. ഒരു അപ്പോസ്തോലികമായ ഒരു അഭിഷേകത്തിൻ്റെ ലക്ഷണങ്ങളായ മറ്റുള്ളവർക്ക് കൃപയും സമാധാനവും റിലീസ് ചെയ്യാൻ കഴിയുന്ന ഈ വലിയ ശുശ്രൂഷ മക്കളിലൂടെ കേൾക്കുന്നവരുടെ മേൽ വ്യാപരിക്കട്ടെ. ഞാനിവരെ അനുഗ്രഹിക്കുന്നു. മറ്റുള്ളവർക്ക് കൃപ ലഭിക്കുന്ന വാക്കുകൾ ഇന്നു മുതൽ ഇവരിൽ നിന്ന് പുറപ്പെടട്ടെ. മറ്റുള്ളവർക്ക് വളരെ സമാധാന നദി ഒഴുക്കി കൊടുക്കുവാൻ ഓരോരുത്തർക്കും കൃപയുണ്ടാകട്ടെ. അനുഗ്രഹിക്കുന്നു. സൗഖ്യമാകട്ടെ, മനസ്സിന് ബലമാകട്ടെ. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ പരീക്ഷയും പഠനങ്ങളും മനോഹരമായി ശാന്തമായ അന്തരീക്ഷത്തിൽ നടക്കട്ടെ. അനേകർക്ക് കൃപ ലഭിക്കുവാൻ ഈ കുഞ്ഞുങ്ങൾ, ഈ കുടുംബങ്ങൾ കാരണമാകണം. യേശുവിൻ നാമത്തിൽ ആമേൻ. യേശു കർത്താവ് അത് ചെയ്യും. ഈ ആഴ്ച അനുഗ്രഹിച്ച കർത്താവ് അടുത്ത ആഴ്ചയിൽ നിങ്ങളെ മാനിക്കും. നാളെ ഞായറാഴ്ച രാവിലെ 8 മണിക്ക് പ്രൈസ് ജനറേഷൻ ചർച്ചിൻ്റെ പ്രധാന സഭായോഗം ഉണ്ട്. കടന്നു വരിക. ഒരുമിച്ച് അനുഗ്രഹിക്കപ്പെടാം. ഗോഡ് ബ്ലസ് യു.